അസ്സലാമലൈക്കും സുഹൃത്തുക്കളെ, നബിദിനൊക്കെ വരുന്നില്ല. അപ്പോൾ റൂമൊന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു, ഡീപ്പായിട്ട് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അത് നിങ്ങൾക്കും കൂടി അവർ ക്ലീനാക്കുന്ന വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ വിൻഡോ ഒക്കെ ഓപ്പൺ ആക്കിയിട്ടു. ആദ്യം തന്നെ ബെഡ്ഷീറ്റ് നമ്മളിങ്ങനെ മറിച്ചിട്ടു, അല്ലാണ്ട് പൊടിയൊക്കെ അതിലോട്ടേക്ക് ആവുമല്ലോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു സ്റ്റാൻഡാണ്, ഡ്രയർ സ്റ്റാൻഡ്. ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ ചെയ്യുന്നത്, മക്കൾ അവിടുന്ന് ഇവിടുന്നൊക്കെ അടുക്കിപ്പെറുക്കി കൊണ്ടുവന്ന് ഒരുപാട് കളിക്കുന്ന സാധനമൊക്കെ ആക്കിയിട്ടുണ്ട്. അതൊക്കെ മുട്ടിയിട്ട് ആവശ്യമുള്ളത് എടുത്ത് വെച്ചിട്ട് കച്ചറ കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ അൾമാരയുടെ മേലെ, ഞാനിവിടെ താമസിക്കില്ല, എൻ്റെ വീട്ടിലാണ് ഉണ്ടാവാറ്, അതുകൊണ്ട് ഒരുപാട് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ക്ലീനാക്കി എടുക്കുന്നതാണ്. അൾമാരൻ്റെ മേലെ നമ്മൾ വെച്ച സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ളത് മാത്രം, ഖുർആന് മാത്രം വെച്ച് കൊടുക്കുക. ഖുർആന് നമ്മൾ എകരത്ത് വെക്കണമല്ലോ, ഞാൻ അൾമാരയുടെ മേലെയാണ് വെക്കാറ്. പിന്നെ അങ്ങനെ അവിടെ നല്ലോണം തുടച്ച് നീറ്റാക്കിയിട്ട് ഖുർആന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വീട് മൊത്തമായിട്ട് ഇങ്ങനെ ചൂല് കൊണ്ട് പൊടി തട്ടിക്കൊടുക്കുന്നുണ്ട്. എത്തുന്ന ഭാഗമൊക്കെ ചൂല് കൊണ്ട് തട്ടിയിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ ആ ഒരു വണ്ണാമ്പിൽ തട്ടുന്ന അതിനെ കൊണ്ടാണ് തട്ടിക്കൊടുക്കുന്നത്. ഇങ്ങനെ ഡീപ്പായിട്ട് റൂം എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാനൊന്നും ആവില്ല, നമുക്ക് മാസത്തിലൊരിക്കലേ ചെയ്യാനാവുള്ളൂ. അങ്ങനെ ഫാനും പൊടിയൊക്കെ തട്ടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ആ ഒരു ജനലൊക്കെ തുണി വെച്ചിട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട്. വിനാഗിരിയും ലിക്വിഡും ഉപയോഗിച്ചിട്ടുള്ള ഒരു വെള്ളത്തിലാണ് ഞാൻ മുക്കിയെടുത്തിട്ട് തുടക്കുന്നത്. വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നത് കാരണം ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റാനായിട്ടാണ് അതൊന്നും കാണിക്കാതിരുന്നത്. വിനാഗിരി ഉപയോഗിച്ചിട്ട് നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിയൊന്നും പിടിക്കില്ല, അതുപോലെ മാറാലയും പിടിക്കില്ല. അങ്ങനെ ടേബിൾ അൾമാരൊക്കെ തുടച്ച് കൊടുത്തിട്ടുണ്ട്. പൊടി പിടിച്ച ഭാഗങ്ങളൊക്കെ തുടച്ച് ക്ലീനാക്കി. അടുത്തത് നമ്മുടെ ഈ ഒരു ഫാൻസി ഐറ്റംസൊക്കെ ഒരു ബോക്സിലിട്ട് എല്ലാം കലവിലായതൊക്കെ നേരെയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പെറുക്കി വെക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വേണ്ടാത്തത് എടുത്ത് കളയണം. അങ്ങനെ ഫുള്ളും വണ്ണാമ്പല തട്ടി ലാസ്റ്റ് ബാത്റൂമിൻ്റെ ഡോറ് നന്നായിട്ട് തുടച്ച് ക്ലീനാക്കി എടുത്തത് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ചിലർ തുടക്കില്ല, അതുകൊണ്ട് ആണ് അത് പ്രത്യേകം പറഞ്ഞത്. അങ്ങനെ ആ ഒരു ഭാഗവും തുടച്ച് കഴിഞ്ഞ് അടുത്തത് നമ്മൾ കിടക്കുന്ന കട്ടിലില്ലേ, ആ ഒരു കട്ടിലിൻ്റെ ആർച്ച് ഭാഗമൊക്കെ നമ്മൾ ആ ഒരു വിനാഗിരിൻ്റെ ആ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. പൊടി പിടിച്ച ഭാഗങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ തുടച്ച് കൊടുത്തില്ലെങ്കിൽ അതിലോട്ട് നന്നായിട്ട് പൊടി പിടിച്ച് കച്ചറ കെട്ടിക്കെടുക്കുന്നുണ്ടാവും. നമ്മളിവിടെയൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗങ്ങളാണ്. അങ്ങനെ ആ ഒരു പൊടിയൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഡോറുമലും ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗവും പലരും ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ്. ഡോറൊക്കെ നമ്മൾ ഇടയ്ക്കിടെ തുടച്ച് കൊടുത്താൽ എപ്പോഴും പുതിയതുപോലെ ഉണ്ടാവും. അങ്ങനെ ആ ഒരു റൂം ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗം ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ഉറപ്പായിട്ട് തരണം കേട്ടോ. ഇത്രയും കാട്ടം ക്ലീൻ ചെയ്തപ്പോൾ കിട്ടി. അങ്ങനെ ഒരു നമ്മുടെ ആ ഒരു സിറ്റ് ഔട്ടും ബാക്കിലേക്കൊക്കെ തുടച്ച് കൊടുത്തിട്ട് ഒന്ന് പൊടിയൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. സോഫൻ്റെ ഭാഗമൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. അതിനിടെ ബാൽക്കണിയിൽ വൃത്തിയാക്കാൻ പോയപ്പോൾ 4 പേര് ഒളിച്ച് കിടക്കുന്നവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? ബാൽക്കണിയിലുള്ള ആ ഒരു സോഫൻ്റെ ആ ഒരു അരിക്കിലായിട്ട് 4 പേര് ഒളിച്ചിട്ടിങ്ങനെ കിടക്കുന്നുണ്ട്. ഉറങ്ങാണെന്ന് തോന്നുന്നു. ആരാണെന്ന് കാണിച്ചു തരാം. ഇതാ പൂച്ച കുഞ്ഞുങ്ങളാണ്, ഇന്നലെ പ്രസവിച്ചതാന്ന് തോന്നണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, പാവല്ലേ, ആരോടും പറഞ്ഞിട്ടില്ല. കണ്ടിട്ട് അവിടെ വെച്ചു, അല്ലെങ്കിൽ അതിന് മോശമല്ലേ, പാവല്ലേ. അത് കുറച്ച് നടന്നിട്ട് തുടങ്ങിയിട്ട് പോകുമ്പോൾ ക്ലീനാക്കാം അവിടെ എന്ന് വിചാരിച്ചു. അതിനെ ആരെങ്കിലും എടുത്ത് പുറത്തിട്ടാൽ പാവ തോന്നി എനിക്ക്. അങ്ങനെ അത് അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. സോഫ പൊടി തട്ടാനായിട്ട് വണ്ണാമ്പല തട്ടുന്നതിൻ്റെ അറ്റം നന്നായിട്ട് തുടച്ചിട്ട് എടുത്തിട്ട് ഇതുപോലെ തട്ടിക്കൊടുത്താൽ പൊടിയൊക്കെ പോയിട്ട് കിട്ടും. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. എല്ലാവരും വീടും റൂമൊക്കെ ക്ലീനാക്കി വെച്ചോ. നബിദിനൊക്കെ വരുന്നതല്ലേ, റഹ്മത്തിൻ്റെ മലക്കൊക്കെ വീട്ടിലിറങ്ങണ്ടേ. അടുത്തൊരു വീഡിയോയിൽ കാണാം നമുക്ക് ഇൻഷാ അല്ലാഹ്.